ഈ 100 മില്യൺ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇന്ന് പലർക്കും പ്രൊമോഷൻസ് കിട്ടുന്നില്ല. സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്നല്ല പഠിപ്പിക്കേണ്ടത്, എന്ത് ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിരിക്കണം. 2021-22 കാലഘട്ടത്തിൽ GST ഇത്ര ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞ് GSTയിൽ നിന്ന് നിങ്ങൾക്കൊരു നോട്ടീസ് വന്നു എന്ന് വിചാരിക്കുക. 2021-22 കാലഘട്ടത്തിൽ എത്ര ക്രിയേറ്റേഴ്സിന്റെ കയ്യിൽ ഉണ്ടാവും, അവർ എത്ര പ്രൊമോഷൻസ് ചെയ്തു, എത്ര പ്രൊമോഷൻസിന് വരുമാനം നേടി എന്നുള്ളത്. നമസ്കാരം. ഡിജിറ്റൽ യുഗത്തിൽ ഇൻഫ്ലുവൻസേഴ്സും ബ്രാൻഡുകളും തമ്മിലുള്ള ദൂരം കുറയ്ക്കുക എന്നത് ബിസിനസിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഒന്നാണ്. ക്രിയേറ്റീവായ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടെത്തി കൃത്യമായ ബ്രാൻഡുകളുമായി ബന്ധപ്പെടുത്തി ഈ മേഖലയിൽ വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ദ മേക്കേഴ്സ് കണക്ട് എന്ന പ്ലാറ്റ്ഫോം. ഈ സംരംഭത്തിന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിംഗിന്റെ ഭാവിയെക്കുറിച്ചും ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നതിനായി ദ മേക്കേഴ്സ് കണക്റ്റിന്റെ ഫൗണ്ടറായ AB മാത്യു സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ, വെൽക്കം. താങ്ക് യു. എങ്ങനെയാണ് ദ മേക്കേഴ്സ് കണക്ട് തുടങ്ങാൻ പ്രേരണയായത്, അല്ലെങ്കിൽ എന്താണ് ദ മേക്കേഴ്സ് കണക്ട്? ഇന്ന് ഏതൊരു ബ്രാൻഡിനും ഒരു പ്രൊമോഷൻ നടത്താൻ വേണ്ടി സോഷ്യൽ മീഡിയനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അതെ. പക്ഷെ ഏതൊരു ബ്രാൻഡിനോ ഏതൊരു ബിസിനസ്സുകാരനോ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഇവരെ കണ്ടെത്താൻ ഒരു ക്രിയേറ്ററിനെ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിനെ അവരുടെ ബിസിനസ്സിന് ഒതുങ്ങുന്ന കാറ്റഗറിയിൽ അവരുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഒരാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന അൽഗോരിതത്തിനനുസരിച്ചിട്ടായിരിക്കും കൂടുതലും നമ്മൾക്ക് വ്യൂസ് വരുന്നത്. അതനുസരിച്ചുള്ള ക്രിയേറ്റേഴ്സിനെ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. പക്ഷെ നമ്മൾക്കറിയാത്ത ഒത്തിരി ക്രിയേറ്റേഴ്സ് നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അവരെ വളരെ ആവശ്യക്കാർക്ക് വേണ്ടുന്ന രീതിയിൽ കാറ്റഗറി അനുസരിച്ച്, ലൊക്കേഷൻ അനുസരിച്ച്, അവരുടെ പ്രൈസിങ് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ കോൺടാക്ട് ചെയ്യാൻ, വിത്തൗട്ട് എ മിഡിൽ മാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നമുക്കിതിനകത്ത് ബുദ്ധിമുട്ട് നേരിട്ടപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുകയും പിന്നീട് ഇതിനെപ്പറ്റി ക്രിയേറ്റർ എക്കോണമിയെ പറ്റി കൂടുതൽ പഠിക്കുകയും ചെയ്ത് അതിനുശേഷം അതിൻ്റെ ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ദ മേക്കേഴ്സ് കണക്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന് രൂപം കൊടുക്കുകയും അത് 2021 ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി രജിസ്റ്റർ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ച് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ദ മേക്കേഴ്സ് കണക്ട് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മേക്കേഴ്സ് കണക്റ്റിന്റെ ലക്ഷ്യം എന്താണ്? ദ മേക്കേഴ്സ് കണക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ സിമ്പിളാണ്. കണക്ട് ആൻഡ് ഗെറ്റ് കണക്റ്റഡ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ബേസിക്കലി ദേ ആർ ദ മേക്കേഴ്സ്. അവർക്ക് കണക്ട് ചെയ്യാനും അവരെ കണക്ട് ചെയ്യുവാനും വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ആൾക്കാരും സിസ്റ്റമാറ്റിക് ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടും അല്ല വർക്ക് ചെയ്യുന്നുള്ളതാണ്. അതിനെ ഒരു ട്രാക്കിൽ കൊണ്ടുവന്ന് ഒരു നല്ലൊരു ഡേറ്റാബേസ് ഏതൊരു ബ്രാൻഡിനും അപ്രോച്ചബിൾ ആക്കിയതിന് ശേഷം അവരെ പ്രൊഫഷണലി കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ദ മേക്കേഴ്സ് കണക്ട് എന്ന പേര് തന്നെ സ്വീകരിക്കാൻ കാരണം. TMC കാറ്റലോഗ് എന്തുകൊണ്ടാണ് പ്രാധാന്യം അർഹിക്കുന്നത്? ദ മേക്കേഴ്സ് കണക്ട് പ്രൊഫൈലിൽ കാറ്റലോഗ് എന്ന് പറയുന്ന ഫീച്ചർ അതിന്റെ കോർ ഫീച്ചറാണ്. കാരണം എന്താണ്, ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു ക്രിയേറ്ററിന് ആളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ആൾ ഫസ്റ്റ് വെരിഫൈഡ് ആവുന്നു. ബേസിക്കലി KYC ചെയ്യാണ് ചെയ്യുന്നത്. ആ വെരിഫൈഡ് ക്രിയേറ്റർക്ക് ആളുടെ പ്രൈസ് എന്താണ്, എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏത് ലാംഗ്വേജിലാണ് എന്നുള്ള എല്ലാ വിശദമായ വിവരങ്ങളും ആ പ്രൊമോഷനെ സംബന്ധിച്ചുള്ള ക്രിയേറ്റർക്ക് തന്നെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ദ മേക്കേഴ്സ് കണക്ട്. അതിൽ ഈ കാറ്റലോഗിലൂടെയാണ് മറ്റുള്ളവരെ നമ്മളിത് അറിയിക്കുന്നത്. അപ്പോൾ ഏതൊരു ബ്രാൻഡ് വരുമ്പോഴും ഇവരുടെ പ്രൊഫൈലിൽ വന്നു കഴിയുമ്പോൾ കാറ്റലോഗ് പരിശോധിച്ച് ഈ കാറ്റലോഗ് ത്രൂ ആയിരിക്കും ഈ ഓരോ ക്രിയേറ്ററെയും ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നത്. ഇത് കണക്ട് ചെയ്യുന്നത് മാത്രമല്ല, ഈ കാറ്റലോഗ് വഴി ഇവരിത് അക്സെപ്റ്റ് ചെയ്യുന്ന, ഈ പ്രൊമോഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ടാക്സ് ഇൻവോയ്സ്, അതുപോലെ തന്നെ എഗ്രിമെന്റ് എന്നിവ ഓട്ടോ ജനറേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ വർക്ക് അപ്ഡേറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന്, അതുപോലെ വർക്ക് അപ്രൂവൽസ് നൽകാനുള്ള ഓപ്ഷന്, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ബ്രാൻഡിനും അതുപോലെ തന്നെ ക്രിയേറ്ററിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മെസ്സേജിങ് ഓപ്ഷന് എന്നിവയെല്ലാം ഈ ഒരു കാറ്റലോഗ് ത്രൂ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു പ്രൊമോഷൻ കംപ്ലീറ്റ് ആയി അപ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പ്രൊഫൈലിലേക്ക് ആ ബ്രാൻഡിന് ഒരു റേറ്റിംഗും റിവ്യൂവും കൊടുക്കാനും കൂടെ സാധിക്കുന്നു. അത് ക്രിയേറ്റേഴ്സിന് എന്നും റേറ്റിംഗ് റിവ്യൂവും കിട്ടുന്നത് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. അവരുടെ പ്രൊഫൈൽ എൻഹാൻസ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ക്രിയേറ്റേഴ്സ് കാറ്റലോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. അപ്പം സാർ പറയുന്നത് ക്രിയേറ്റേഴ്സ് ഒക്കെ തന്നെ TMC ലോഗിൻ ചെയ്യണം എന്നാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ലോഗിൻ ചെയ്യണം, അല്ലെങ്കിൽ
ജോയിൻ ചെയ്യണം എന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്രിയേറ്റർ എക്കോണമിയിൽ ഗ്ലോബലി നോക്കിയാൽ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് 200 മില്യൺ ക്രിയേറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഉം. ആ 200 മില്യൺ ക്രിയേറ്റേഴ്സിൽ 100 മില്യൺ ക്രിയേറ്റേഴ്സ് ഉള്ളത് ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിലുള്ള 100 മില്യൺ ക്രിയേറ്റേഴ്സിന് ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ പ്രൊഫഷണലിസം ഇല്ല, ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. സോ ഹൈലി അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സെക്ടറിൽ വെറും 20% താഴെ മാത്രമാണ് കുറച്ചെങ്കിലും ചെറിയൊരു രീതിയിലെങ്കിലും എന്തെങ്കിലും പ്രൊമോഷൻസ് കിട്ടുകയോ എന്തെങ്കിലും പൈസ ഇതിൽ നിന്ന് മണി ഏൺ ചെയ്യുകയോ ചെയ്യുന്നുള്ളൂ. അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഏതൊരാൾക്കും അപ്രോച്ച് ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രൊമോഷൻസ്, കൊളാബറേഷൻ, പെയ്ഡ് കൊളാബറേഷൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ ഈ 100 മില്യൺ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇന്ന് പലർക്കും പ്രൊമോഷൻസ് കിട്ടുന്നില്ല. പല ഏജൻസികളും കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് റേറ്റ് നെഗോഷിയേറ്റ് ചെയ്ത് അവര് നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറുന്നൊരു സാഹചര്യത്തിലേക്ക് വന്ന് ഒരു മാസം ഒരു പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ ഏതൊരു അളവ് വരെയും അവരുടെ റേറ്റ് കുറച്ച് ഒരു പ്രൊമോഷൻ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നു. അങ്ങനെ ഒരു തവണ പോകുന്നത് മൂലം വർക്ക് കിട്ടുന്നതിന്റെ, പെയ്ഡ് കൊളാബറേഷൻസ് കിട്ടുന്നതിന്റെ കുറവ് മൂലം ഇവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ആ കുറഞ്ഞ റേറ്റിൽ ഇവർ പ്ലേസ്ഡ് ആവുകയാണ്. ഇതേ ഏജൻസി അടുത്ത തവണ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഇവരെ ഇതേ റേറ്റിൽ തന്നെ വീണ്ടും അപ്രോച്ച് ചെയ്യുള്ളൂ. ഇതിനോടൊപ്പം തന്നെ രണ്ടാമതൊരു പ്രശ്നം, ബ്രാൻഡ് ഇവർക്ക് പേ ചെയ്യുന്നത്, ഏജൻസികൾക്ക് പേ ചെയ്യുന്നത് വളരെ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ഇതൊരിക്കലും ക്രിയേറ്റർ അറിയുന്നില്ല. പക്ഷെ ക്രിയേറ്റർക്ക് വളരെ തുച്ഛമായ തുകയെ കിട്ടുന്നുള്ളൂ. ഞാൻ ഏജൻസികളെ കുറ്റമായിട്ട് പറഞ്ഞതല്ല, പക്ഷെ വളരെ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി ഏജൻസികളുണ്ട്. ചില ഏജൻസികൾ ഓവർ പ്രൈസ് ചെയ്ത് ഈ ക്രിയേറ്റേഴ്സിനെ ബ്രാൻഡുകൾക്ക് സെല് ചെയ്യുന്നു. സോ ബ്രാൻഡുകൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ROI, റിട്ടേൺ ഓവർ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപ ചാർജ് ചെയ്യുന്ന ഒരു ക്രിയേറ്ററെ ബ്രാൻഡിന്റെ അടുത്തുനിന്ന് ഏജൻസി വാങ്ങുന്നത് ചിലപ്പോൾ 50,000 60,000 രൂപയായിരിക്കും. സോ 50,000 രൂപ മുടക്കി ഒരു പ്രൊമോഷൻ ചെയ്യുന്ന ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള റിട്ടേൺ ഓവർ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ക്രിയേറ്റർ 50,000 രൂപ ചാർജ് ചെയ്തേനെ. അപ്പൊ അവരുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ബ്രാൻഡുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പണ്ട് ഒരു 5 വർഷം മുമ്പ് 2019-20 കാലഘട്ടത്തിലൊക്കെ നോക്കിയാൽ നമുക്ക് വളരെ പരിമിതമായ ആൾക്കാരെ മാത്രമേ ക്രിയേറ്റേഴ്സിന്, നല്ല ക്രിയേറ്റേഴ്സിനെ കാണാനുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ നോക്കിയറിയാം, ഒരു വീട്ടിലൊരു ക്രിയേറ്റർ ചെറുതോ വലുതോ ആയിട്ട് എവിടെ ഉണ്ടാവും. പക്ഷേ ഫോളോവേഴ്സിനെ കിട്ടുക, ഇൻസ്റ്റാഗ്രാമിൽ പെർഫോം ചെയ്യുക, യൂട്യൂബിൽ പെർഫോം ചെയ്യുക എന്നുള്ളതൊന്നും ഇന്ന് വലിയ കാര്യമല്ല. പക്ഷെ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ബ്രാൻഡുകളിലേക്ക് എത്തണം എന്നുള്ളതൊരു വലിയൊരു ചലഞ്ചാണ്. അതുപോലെ തന്നെ ദ മേക്കേഴ്സ് കണക്ട് എന്ന് പറയുന്നത് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. ദ മേക്കേഴ്സ് കണക്ട് എന്ന് പറയുന്നത് ക്രിയേറ്റേഴ്സിന്റെ ഒരു എക്കോസിസ്റ്റമാണ്. സാധാരണ ഏതൊരു സമാനമെന്ന് തോന്നുന്ന ഏതൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ നോക്കിയാലും അവർക്കെല്ലാം ബ്രാൻഡുകളായിരിക്കും സപ്പോർട്ട് ചെയ്യാൻ കൂടുതലായിട്ടുണ്ടാവുക. ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കും. നമ്മളുടേത് നേരെ തിരിച്ചാണ്. നമ്മളുടെ ഇതൊരു ക്രിയേറ്റേഴ്സ് എക്കോസിസ്റ്റം ആണ്. ഇതിനകത്ത് നമ്മൾ അപ്കമിങ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിനെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഗ്രോത്ത്, അതായത് ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്നല്ല പഠിപ്പിക്കേണ്ടത്, എന്ത് ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിരിക്കണം. സോ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ GST കംപ്ലൈൻസ്, ഇൻകം ടാക്സ്, TDS ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി മിക്ക ക്രിയേറ്റേഴ്സും അവെയർ അല്ല. ഞാൻ പറയുന്നത് ക്രീം ലെവൽ, ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ക്രിയേറ്റേഴ്സിനെ പറ്റിയിട്ടല്ല, അല്ലാതെ ഒരു സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ നല്ല ഏണിങ്സ് 20 ലക്ഷമോ 30 ലക്ഷമോ 50 ലക്ഷവും ഏൺ ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ആയിരിക്കാം ഒരു പക്ഷേ, അവർക്ക് GST പറ്റി അറിവ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, GST ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് കഴിഞ്ഞ ആഴ്ചത്തെ ഇൻവോയ്സിനെ പറ്റി ചോദിക്കില്ല. നമുക്ക് 2021-22 കാലഘട്ടത്തിൽ GST ഇത്ര ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞ് GSTയിൽ നിന്ന് നിങ്ങൾക്കൊരു നോട്ടീസ് വന്നു എന്ന് വിചാരിക്കുക. 2021-22 കാലഘട്ടത്തിൽ എത്ര ക്രിയേറ്റേഴ്സിന്റെ കയ്യിൽ ഉണ്ടാവും, അവർ എത്ര പ്രൊമോഷൻസ് ചെയ്തു, എത്ര പ്രൊമോഷൻസിന് വരുമാനം നേടി എന്നുള്ളത്. ഇതിൽ ക്യാഷ് ആയിട്ട് വാങ്ങിയതുണ്ടാവാം, അക്കൗണ്ട് വഴി വാങ്ങിയതുണ്ടാവാം. പക്ഷെ ഇതെങ്ങനെ വാങ്ങിയാലും ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് GST ഡിപ്പാർട്ട്മെന്റുകൾക്ക് അറിയാൻ പറ്റും. കാരണം ഈ ബ്രാൻഡുകൾ അത് ഫയൽ ചെയ്തിട്ടുണ്ടാവും, അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഇത് കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ 5-6 വർഷം കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു നോട്ടീസ് കിട്ടുന്നത്. ഈ 5-6 വർഷത്തിന്റെ പലിശയും പിഴയും അതിന്റെ കൂട്ടുപലിശയും എല്ലാം ചേർത്തിട്ടുള്ളൊരു നോട്ടീസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അവരുടെ അടുത്ത് തെളിവുണ്ട്. ഇനി നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മളിത് ചെയ്തില്ല എന്ന് നിഷേധിക്കാൻ പറ്റില്ല. ക്രിയേറ്റേഴ്സ് ഓരോരുത്തരും ചെയ്തിട്ടിരിക്കുന്ന വീഡിയോസ് മാത്രം വഴി അതിനുള്ള തെളിവായിട്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കൊച്ചിയിൽ വെച്ച് അബാദ് പ്ലാസയിലെ ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള, പ്രൊഫഷണൽ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അതിലുണ്ടായത് GST ഡിപ്പാർട്ട്മെന്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ സൈബർ ഡോം ഡിപ്പാർട്ട്മെന്റ്, ഈ 3 ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ വന്നാണ് ക്ലാസ് എടുത്തത്. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് പങ്കെടുത്ത ഓരോരുത്തരും പറഞ്ഞു. കാരണം അത്രയും അറിയത്തില്ലാത്ത പുതിയ അറിവുകളാണ് അവർക്ക് കിട്ടിയത്.
ഉം. ഇത് കംപ്ലൈൻസ് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇന്നറിയാലോ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, പാൻ കാർഡ്, ഉം. ആധാർ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈവൻ മൊബൈൽ നമ്പർ പോലും കണക്റ്റഡ് ആണ്. അതെ. ഇത് ഉറപ്പായിട്ടും നാളെ ഗവൺമെന്റ് റഡാറിൽ വരികയും അവർ നമുക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യും. ഉം. നാളെ ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി, ആ പ്രശ്നത്തിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ക്ലാരിറ്റിയോടുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൊഫഷണലി വർക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉം. പ്രത്യേകിച്ച് ക്രിയേറ്റേഴ്സ് ഹൈലി അൺഓർഗനൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഉം. ഇവർ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുകയും അതിനുള്ള ഒരു റൂട്ട് മാപ്പ് കാണിച്ചു കൊടുക്കുകയും ദ മേക്കേഴ്സ് കണക്ട് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെ വെരിഫൈഡ് ആയതിനു ശേഷം അവർക്കൊരു പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്സസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉം. ഇതിലൂടെ ഇവർക്ക് ഇതിനകത്ത് മേക്കേഴ്സ് കണക്ട് വഴി അല്ലാതെ വരുന്ന പ്രൊമോഷൻസിന് അവർക്ക് ഇൻവോയ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. ഉം. അതുപോലെ തന്നെ കാറ്റലോഗ്സ് വഴി പ്രൊമോഷൻസ് എടുക്കാം. ഉം. നമ്മൾ കാറ്റലോഗ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഉം. ഈ കാറ്റലോഗ്സ് നമുക്ക് ഏതൊരാൾക്കും വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഉം. അപ്പോൾ ഏതൊരു സമയത്തും ഒരാൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ TMC ത്രൂ ഈ പ്ലാറ്റ്ഫോമിലേക്ക് അവരെത്തുകയും ഉം. ഇതിലൂടെ പ്രൊമോഷൻസ് സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ ഉം. ഇവർക്ക് യാതൊരു ടെൻഷനില്ല. ഇൻവോയ്സിന്റെ കാര്യത്തെ പറ്റി ടെൻഷൻ അടിക്കേണ്ട, അതുപോലെ തന്നെ എഗ്രിമെന്റിന്റെ കാര്യത്തെ പറ്റി ടെൻഷൻ അടിക്കേണ്ട. ഇതെല്ലാം ഈ ഡാഷ്ബോർഡിൽ പ്രൊഫഷണലി ഡോക്യുമെന്റഡ് ആയിരിക്കും. ഇവർക്ക് ഇതൊന്നും ആക്സസ് ചെയ്യാം. ഉം. പിന്നെ പേയ്മെന്റിന്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും ഉണ്ട്. കാരണം അതെ. ഇൻ അഡ്വാൻസ് ബ്രാൻഡിന്റെ അടുത്ത് പേയ്മെന്റ് നമ്മൾ കളക്ട് ചെയ്യുന്നത് കൊണ്ട് ഉം. വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പേയ്മെന്റ് TDS ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും ക്രിയേറ്ററിന് നൽകുന്നത്. അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും കൊടുക്കുന്നത്. ഉം. ഉം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവർക്ക് എഫേർട്ട് അധികം ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അതെ. അപ്പം ഇതിലേക്ക് ഒരു ക്രിയേറ്ററിന് ഇതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര ഫോളോവേഴ്സ് വേണം, അങ്ങനെ ഒരു ഇതുണ്ടോ? നമ്മൾ വേരിഫൈഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫൈഡ് ചെയ്യുന്ന, അതായത് TMC ബ്ലൂടിക്ക് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഉം. ബേസിക്കലി അതൊരു KYC ആണ്. ഉം. അവരുടെ ആധാർ കാർഡ് അതുപോലെ പാൻ കാർഡ് ഇത് രണ്ടുമാണ് നമ്മൾ എടുക്കുന്നത്. ഉം. ഇത് കോപ്പി സബ്മിറ്റ് ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് നമ്മളൊരു വൺ ടൈം കോസ്റ്റ് ചാർജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്സസ് കിട്ടും. ഇതിന് നമ്മൾ എലിജിബിലിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത് 5000 ഫോളോവേഴ്സ് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അവർക്ക് ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ആയിട്ട് ഉണ്ടാവണമെന്നുള്ളതാണ്. ഉം. കാരണം ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5000 ഫോളോവേഴ്സ് എങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആ. പ്രൊമോഷൻ ഉള്ള ഒരു പോസിബിലിറ്റി, അല്ലെങ്കിൽ ആ പണം മുടക്കുന്ന ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ഉം. റിട്ടേൺ ഓവർ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉം. പക്ഷെ അതിൽ താഴെ ഫോളോവേഴ്സ് ഉള്ളവരും റീച്ച് ഉള്ളവരുണ്ട്, ഇല്ലാന്ന് ഞാൻ ഉം. പറയുന്നില്ല. പക്ഷെ അതെ. നമ്മളുടെ എങ്കിൽ പോലും പ്ലാറ്റ്ഫോമിൽ ആ ഒരു ബേസിക് ഒരു ബെഞ്ച് മാർക്ക് വെച്ചിരിക്കുന്നത് 5000 ഫോളോവേഴ്സ് ഫോളോവേഴ്സ് എന്നുള്ളതാണ്. തന്നെയാണ്. ഇപ്പൊ സാർ പറഞ്ഞു ക്രിയേറ്റേഴ്സിന് ഈ തരത്തിലൊക്കെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം വഴി ഹെൽപ്പ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഈക്വലി തന്നെ അതിലേക്ക് ബ്രാൻഡ്സും ആഡ് ആവുന്നുണ്ട്. ആ. ബ്രാൻഡുകൾക്ക് എന്താണ് നമ്മുടെ ദ മേക്കേഴ്സ് കണക്ട് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ബ്രാൻഡുകൾക്ക് നമ്മൾ നൽകുന്ന മെയിൻ കാര്യങ്ങൾ ഒന്ന് ട്രാൻസ്പെറൻസിയാണ്. ഉം. അതുപോലെ തന്നെ വലിയൊരു ഡേറ്റാബേസിലായിട്ടുള്ള ഒരു ആക്സസ് ആണ്. ഉം. ഇത്രയും വലിയ ക്രിയേറ്റേഴ്സ് ഉള്ള ഈ രാജ്യത്തുള്ള ക്രിയേറ്റേഴ്സിനെ അവർക്ക് ലൊക്കേഷൻ വെച്ച്, കാറ്റഗറി വെച്ച്, അവരുടെ ഫോളോവേഴ്സിനെ വെച്ച് നമ്മൾ ആമസോണിൽ പോയി ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഉം. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ക്രിയേറ്റേഴ്സിനെ നമ്മുടെ ഫ്രണ്ടിലേക്ക് ലിസ്റ്റ് ചെയ്ത് വരികയും ഉം. അവരുടെ പ്രൊഫൈലുകളിൽ പോയി നോക്കി, അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നോക്കി അവർക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽ പ്രൊഫൈൽ വ്യൂ ചെയ്ത് അവർക്ക് കാറ്റലോഗ് വഴി വിത്തൗട്ട് എ മിഡിൽ മാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഉം. ഇതിനെക്കാട്ടിലൊക്കെ ഇവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഉം. അത് ഓട്ടോ ജനറേറ്റഡ് ആണ്. ദ ഉം. മൊമെന്റ് ദേ മേക്ക് പേയ്മെന്റ് ദേ ആർ ഗെറ്റിംഗ് ദർ ഇൻവോയ്സ്. ഉം. സോ അക്കൗണ്ടിങ് ഇഷ്യൂ എലിമിനേറ്റ് ചെയ്തു. അതെ. കാരണം ഒരു ക്രിയേറ്ററിന് ഒരു പ്രൊമോഷൻ കൊടുത്തതിന് ശേഷം ഒരു ഇൻവോയ്സ് കിട്ടാനായിട്ട് എത്ര കമ്പനികൾ, എത്ര ബ്രാൻഡുകൾ അവരുടെ പുറകെ നടക്കുന്നു. ഏജൻസികൾ പോലും ഇവരെ എത്ര തവണ വിളിക്കേണ്ടി വരുന്നു എന്നുള്ള ഏജൻസികൾക്കും ബ്രാൻഡുകൾക്കും അറിയാം. കാരണം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് പ്രഷർ ഉണ്ടാവും. ഉം. ഉം. നമ്മളുടെ ഈ കേസിൽ ഓട്ടോ ജനറേറ്റഡ് ആയതുകൊണ്ട് തന്നെ ടാക്സ് ഇൻവോയ്സ് ഇവർക്ക് കിട്ടുന്നു. ഉം. പ്ലസ് ട്രാൻസ്പെറന്റ് ആണ്. പ്ലസ് ഉം. GST ഇൻവോയ്സ് ആയതാണ് GST ലോസ് വരുന്നില്ല. ഇൻപുട്ട് ക്രെഡിറ്റ് അവർക്ക് ക്ലെയിം ചെയ്യാവുന്നതേ ഉള്ളൂ. ഉം. ഉം. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സർവീസ് ചാർജ്, പ്ലാറ്റ്ഫോം ചാർജ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ബ്രാൻഡിന്റെ അടുത്ത് നിന്ന് ഈടാക്കുന്നത്. ക്രിയേറ്റേഴ്സിന് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതെ. KYC TMC ബ്ലൂടിക്ക് വെരിഫിക്കേഷന് വരുന്ന ഒരു വൺ ടൈം കോസ്റ്റ് മാത്രമേ ഇതിനകത്ത് ആപ്ലിക്കബിൾ ഉള്ളൂ. അതെ. കൂടാതെ തന്നെ എഗ്രിമെന്റ്, ട്രൈ പാർട്ടി എഗ്രിമെന്റ് ഓട്ടോ ജനറേറ്റഡ് ആണ്. ഉം. സോ അക്കൗണ്ടബിലിറ്റി വന്നു. ഉം. നാളെ അങ്ങനെയല്ല ഇങ്ങനെയല്ല നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഇതല്ലായിരുന്നു എന്ന് പറയേണ്ടത്. കാരണം ഇന്ന് നിങ്ങൾ തന്നെ നോക്കിയറിയാം, മിക്ക ക്രിയേറ്റേഴ്സുമായിട്ടുള്ള പ്രൊമോഷൻസ് നടക്കുന്നത് യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെയാണ്. അതെ. കാരണം എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് വലിയ വലിയ ബ്രാൻഡുകളുടേത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉം. വലിയ വലിയ ബ്രാൻഡുകളുടെ ഓരോരുത്തരുടെയും എഗ്രിമെന്റുകൾ ചിലത് വായിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കണ്ടാൽ പലർക്കും പേടിയാവുന്ന ടൈപ്പ് അങ്ങനെ ഉം. പ്രൊമോഷൻസ് ചെയ്യാതിരുന്ന പല ഇൻഫ്ലുവൻസേഴ്സിനെ എനിക്ക് നേരിട്ടറിയാം. ഉം. കാരണം നാളെ അതിൻ്റെ ഒരു വലിയ പ്രശ്നമായി മാറുമോ എന്നവർ ഭയപ്പെടുന്നു. ഉം. കാരണം ഇത്ര ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഇത്ര റീച്ച്, ഇത്ര സെയിൽ അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ് കിട്ടില്ല, അല്ലെങ്കിൽ ഉം. നിങ്ങളുടെ ഇതിൽ നിന്ന് ഇത്ര റീച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇന്ന കോമ്പൻസേഷൻ തരേണ്ടി വരും. ഉം. അങ്ങനെ പല രീതിയിലും പല രൂപത്തിലും ഭാവത്തിലുമുള്ള എഗ്രിമെന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉം. പക്ഷെ ഇതിനകത്തൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ട്രൈ പാർട്ടി എഗ്രിമെന്റ് ആയി ജനറേറ്റ് ആവുന്നത്. ഓ. ബേസിക്കലി ഡയറക്റ്റ് തന്നെയാണ് ഇവർ കണക്ട് ചെയ്യുന്നത്.
ഉം. സോ ഇവർ ഈ പ്ലാറ്റ്ഫോം വഴി ഈ രണ്ടുപേരുടെയും പ്രൈവസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഉം. കാരണം ബ്രാൻഡിന്റെ പ്രൈവസി നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നില്ല, ഉം. ക്രിയേറ്റേഴ്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഇവർക്കും ഷെയർ ചെയ്യുന്നില്ല. ഉം. ഈ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഡോക്യുമെന്റഡ് ആവുന്നു. മെസ്സേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഈ പ്ലാറ്റ്ഫോമിൽ ഓരോ പ്രൊമോഷനെ എഗെയിൻസ്റ്റ് മെസ്സേജിങ്ങിലൂടെ ആയിരിക്കും. ഉം. ഈ മെസ്സേജിങ്ങിലൂടെ വരുന്നത് കൊണ്ട് എല്ലാം ഓട്ടോമാറ്റിക്കലി ഡോക്യുമെന്റ്, ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഓപ്ഷൻ ഇല്ല. ഉം. നാളെ ബ്രാൻഡിനും അവർക്ക് ഡിനൈ ചെയ്യാൻ സാധിക്കില്ല, ക്രിയേറ്ററിനും ഡിനൈ ചെയ്യാൻ സാധിക്കില്ല. അതെ. ഇതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നതിൽ, ഇതിനകത്ത് ഡോക്യുമെന്റഡ് ആയിരിക്കുന്നതിൽ എന്ത് കാര്യത്തിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് റെസൊല്യൂഷൻ കൊണ്ടുവരുന്നതായിരിക്കും. ഉം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഡയറക്റ്റ് ഒരു മിഡിൽ മാനെ എലിമിനേറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ ഉം. ഏജൻസികളിൽ കൊടുക്കുന്ന വലിയൊരു തുക, ഉം. ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു 10,000 രൂപയുടെ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളെ 50,000 രൂപയ്ക്ക് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്രിയേറ്റർ എടുത്ത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം 10,000 രൂപയോ അല്ലെങ്കിൽ 11,000 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ ഉം. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഉം. ആ കണക്ടിവിറ്റി ഇല്ലാത്തതാണ് ഇന്ന് മാർക്കറ്റിലെ ഏറ്റവും വലിയ വിഷയം. ഇതിലേക്ക് കാറ്റലോഗിൽ ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞ അപ്പൊ ഒരു വൺ ടൈം കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ, അതെ. അല്ലാതെ ഒരു പ്ലാറ്റ്ഫോം ഫ്രീ ആയിട്ടൊന്നും ഒന്നുമില്ല. ഒന്നും ക്രിയേറ്റേഴ്സിന് ആകെ വരുന്നത് വൺ ടൈം കോസ്റ്റ്. അത് ആക്ച്വലി 1000 രൂപയാണ് വൺ ടൈം കോസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഉം. ഇപ്പം നമ്മളൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ 299 റുപ്പീസ് മാത്രമാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നുള്ളൂ. ഉം. അത് ഇൻ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ 1000 രൂപയിലേക്ക് എത്തും. TMC എങ്ങനെ വ്യത്യസ്തമാകുന്നു മറ്റ് പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച്? ക്രിയേറ്റേഴ്സിന് ഇതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 100% ഫ്രീ ആണെന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഉം. കാരണം ക്രിയേറ്റേഴ്സിന് ഇത് ഫ്രീ ആയിട്ട് ഇത്രയും ഫീച്ചേഴ്സ്, കമ്മ്യൂണിറ്റി സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ ബില്ല് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഉം. കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഉം. അതുപോലെ തന്നെ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ 100% യൂസർ ജനറേറ്റഡ് ഡേറ്റയാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ അടുത്തൊരു പ്രത്യേകത. ഉം. ഈ പ്ലാറ്റ്ഫോമിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന്, ദ മേക്കേഴ്സ് കണക്റ്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഡേറ്റകളും നമ്മൾ ഇവരുടെ പ്രൊഫൈലിൽ എൻ്റർ ചെയ്യുന്നില്ല, ഉം. എഡിറ്റ് ചെയ്യുന്നില്ല. ഉം. ഇത് 100% അവർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്രിയേറ്റർ അതിനകത്ത് ജോയിൻ ചെയ്ത് അവർ കൊടുക്കുന്ന ഡീറ്റെയിൽസേ ഇവർക്ക് കാണാൻ സാധിക്കുള്ളൂ. ഉം. അതുകൊണ്ട് ഒതന്റിസിറ്റി കൂടും. ഉം. ഇതിന് സമാനമായ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പനി എൻ്റർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രൊഫൈലുകളായിരിക്കും നിങ്ങൾ കാണുക. ഉം. അതുപോലെ തന്നെ ക്രിയേറ്റേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു റേറ്റ് ഒരിടത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, ഉം. അത് കാറ്റലോഗ് വഴി നമുക്ക് കിട്ടുന്നു. ഉം. അതുപോലെ ഇവരെ പ്രൊഫഷണലി ഒരു വർക്ക് ഫ്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉം. പറഞ്ഞ പോലെ തന്നെ ഇൻവോയ്സ്, അതുപോലെ എഗ്രിമെന്റ്, ഉം. വർക്ക് അപ്ഡേറ്റ്, വർക്ക് അപ്രൂവൽ, റേറ്റിംഗ്, റിവ്യൂ, ഈ ഉം. കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ദ മേക്കേഴ്സ് കണക്ട് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനും മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. TMCയിൽ എന്തുകൊണ്ടാണ് ഈ പ്രൈസ് നെഗോഷിയേഷൻ ഓപ്ഷൻ ഇല്ലാത്തത്? ഓക്കെ, പ്രൈസ് നെഗോഷിയേഷൻ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉം. പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസിന്, ഉം. നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് അവരുടെ കൺസൾട്ടേഷൻ ഫീ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഏതൊരു പ്രൊഫഷണൽ സർവീസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സാധാരണ ഉണ്ടാവാറില്ല. ഇല്ല. അതുപോലെ തന്നെ ഇവർ ഓരോ ക്രിയേറ്ററും അവരുടെ എഫേർട്ട് അതിനകത്ത് മാക്സിമം ഇട്ടിട്ട് തന്നെയാണ് ഇവർ വീഡിയോസ് ചെയ്യുന്നത്. അതെ. അപ്പോൾ അവർ എടുക്കുന്ന വർക്കിനുള്ള അവരുടെ ചാർജസ് ആണ് അവർ ചോദിക്കുന്നത്. അവിടെ സത്യത്തിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉം. ഇനി എന്തുകൊണ്ട് റേറ്റ് നെഗോഷിയേഷൻ ഓപ്ഷൻ വെച്ചില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന സർവീസിനുള്ള മൂല്യം നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു പവർ നമ്മൾ ക്രിയേറ്റേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉം. അത് നമ്മൾ ഓവർ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രാൻഡുകൾ നമുക്ക് പ്രൊമോഷൻ കണക്ട് ചെയ്യത്തില്ല. അതെ. അപ്പോൾ റീസണബിൾ ആയിട്ടുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമിൽ, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ പ്രൊമോഷൻ ചെയ്താൽ ഉം. അവർക്ക് ബ്രാൻഡിന് ഇത്ര ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിക്കുമെന്നൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് കൊടുത്താൽ ഉം. ഓട്ടോമാറ്റിക്കലി ഇവർക്ക് വർക്ക് കൂടുതൽ കിട്ടിക്കോളും. അവിടെ നെഗോഷിയേഷൻ്റെ ആവശ്യമില്ല. ഉം. കാരണം ഈ ക്രിയേറ്ററെ കൊണ്ട് ചെയ്യണം, ഞാൻ ഇന്ന സിനിമ സ്റ്റാറിനെ കൊണ്ട് ഇന്ന സിനിമയിൽ അഭിനയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഉം. അവർ പറയുന്ന റേറ്റ് കൊടുത്തേ പറ്റൂ. അവിടെ നെഗോഷിയേഷനുള്ള ഓപ്ഷൻ ഇല്ല. അതെ. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവനൊരു മൾട്ടി ടാലന്റ് പേഴ്സണാലിറ്റി ആണെന്ന് ഞാൻ പറയും. ഉം. കാരണം ആള് വീഡിയോ എഡിറ്റിംഗ് അറിഞ്ഞിരിക്കണം, ആക്ടിങ് അറിഞ്ഞിരിക്കണം, ഉം. സ്ക്രിപ്റ്റിംഗ് അറിഞ്ഞിരിക്കണം, അതെ. എഡിറ്റിംഗ് അറിഞ്ഞിരിക്കണം, ലൈറ്റിങ്ങിനെ പറ്റി അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ബാക്കി അത് പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ആ അക്കൗണ്ട് എങ്ങനെ മാനേജ് ചെയ്ത്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുടെ കൊച്ചു 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 ഭാഗങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മൾട്ടി ടാസ്കിങ് പേഴ്സണാലിറ്റിയാണ് ഒരു ക്രിയേറ്റർ എന്ന് പറയുന്നത്. അതെ. അപ്പോൾ അവരിടുന്ന ആ എഫേർട്ടിന്, അവർ ആ വന്ന ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ക്രിയേറ്ററോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഓരോ ബുദ്ധിമുട്ടുകൾ അത്ര സ്ട്രഗിൾ ചെയ്താണ് അവരൊരു നല്ല ഫോളോവർ കൗണ്ടിലേക്ക് എത്തി ഉം. ഈ ഒരു റേറ്റ് ആവശ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് വരുന്നത്. അവിടെ നമുക്ക് സത്യത്തിൽ റേറ്റ് നെഗോഷിയേറ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഉം. ഇനി അവർ ഓവർ പ്രൈസിങ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട്, വേറെ അടുത്ത ആളിലേക്ക് പോവാം. അതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ റേറ്റ് നെഗോഷിയേഷൻ നൽകാത്തതിന്റെ ഏക റീസൺ. അതെ. അപ്പം ഇതൊക്കെ തന്നെയാണോ ദ മേക്കേഴ്സ് കണക്ട് ഉപഭോക്താക്കളുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുന്നതിനുള്ള കാരണവും? ഇത് ഒരു കാരണമാണ്. അതുപോലെ തന്നെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള യാതൊരു കമ്മിറ്റ്മെന്റും കൊടുക്കാറില്ല, ഫേക്ക് ആയിട്ടുള്ള യാതൊരു പ്രോമിസും കൊടുക്കാറില്ല. ഉം. രണ്ടാമത്തെ കാര്യം ട്രാൻസ്പെറൻസിയാണ്.
ഉം, അവരെത്രയാണ് ചാർജ് ചെയ്യുന്നത് അവരുടെ കാറ്റലോഗിൽ അവർക്ക് പ്രൈസ് ഡിസ്പ്ലേ ചെയ്യാം. ഉം, അതുപോലെ തന്നെ ബ്രാൻഡിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ പ്ലാറ്റ്ഫോം ഫീ വാങ്ങുന്നുള്ളൂ. ഉം, അതും വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഫീ ആണ് വാങ്ങുന്നത്. ഉം, അതും ആ ബ്രാൻഡിന് സെപ്പറേറ്റ് ഇൻവോയ്സ് അതിന് ജനറേറ്റ് ആവുന്നുണ്ട്, ടാക്സ് ഇൻവോയ്സ് തന്നെ. സോ ഇത്രയും ട്രാൻസ്പെറൻസി കൊടുക്കുകയും ഇൻവോയ്സ് കൊടുക്കുകയും എഗ്രിമെന്റ് കൊടുക്കുകയും വർക്ക് ഫ്ലോ കണക്ട് ചെയ്യുകയും ചെയ്യുന്ന ഇത്രയും ട്രാൻസ്പെറൻസി കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ ഇത് യാതൊരു അഡീഷണൽ സബ്സ്ക്രിപ്ഷൻ ഫീസോ മന്ത്ലി ചാർജസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മളിത് കൊടുക്കുമ്പോൾ ക്രിയേറ്റേഴ്സ് എന്തുകൊണ്ട് യൂസ് ചെയ്യാതിരിക്കണം? ഉം. അത് തന്നെയാണ് അതിന്റെ മെയിൻ പ്രത്യേകത. അതെ. ദ മേക്കേഴ്സ് കണക്ട് ഈ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മൾ പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടാറുണ്ട്. അപ്പം മെയിൻലി ദ മേക്കേഴ്സ് കണക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ദ മേക്കേഴ്സ് കണക്റ്റിൽ ആദ്യമേ ഉണ്ടായ പ്രശ്നം ഇതിന്റെ വേരിഫിക്കേഷന് വേണ്ടിയിട്ട് ആൾക്കാർ എന്തുകൊണ്ട് ആധാർ കാർഡും പാൻ കാർഡും നൽകണം എന്നുള്ളതാണ്. ഉം, ഉം, ഞാൻ എന്തിന് എൻ്റെ ആധാർ കാർഡും പാൻ കാർഡും തന്നെ? കാരണം ഒത്തിരി സ്കാംസ് നടക്കുന്നത് കൊണ്ട് ഈ സ്കാംസിൽ പോയി പെട്ട് ഉം, പോയ ആൾക്കാർ കുറേ ഉണ്ട്. ഉം, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നൽകാൻ ആദ്യമായ ഒരു മടി ഉണ്ടായിരുന്നു. ഉം, അതിനുശേഷം ഇവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്താണ്, ഇതുവഴി പ്രൊമോഷൻസ് കിട്ടുകയും അതുപോലെ തന്നെ ഇവർ എക്സിസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊമോഷൻസിന് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനും സാധിക്കുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി ആ ഇതൊക്കെ മാറി. അതുപോലെ ഉം, തന്നെ ആധാർ കാർഡ് നമ്മുടെ ഒരു ഐ ഡി പ്രൂഫായിട്ട് ഉം, നമ്മൾ എടുക്കുന്നതാണ്. പാൻ കാർഡ് നമുക്ക് TDS ഡിഡക്ട് ചെയ്ത് പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാൻ കാർഡ് കളക്ട് ചെയ്യുന്നത്. ഇത് രണ്ടിൻ്റെയും റീസൺ എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യാതൊരു കുഴപ്പമില്ലാതെ ആൾക്കാർ തരാൻ തയ്യാറായി. ആദ്യം അതൊരു ചലഞ്ച് ആയിരുന്നു ഉം, നമുക്ക്. ഉം, ഇപ്പോൾ അതൊരു പ്രശ്നമല്ല. ഉം. ഇപ്പം TMCയുടെ ഒരു ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റി ഉള്ള ഒരു ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ ആ ഒരു ടീം ബിൽഡ് ചെയ്യാൻ എന്തൊക്കെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്? ടീം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പഴയ കോൺസെപ്റ്റ് എന്ന് ഞാൻ പറയും. ഉം, കാരണം നമ്മളിത് വലിയൊരു ടീമൊന്നുമല്ല, ഉം, ചെറിയൊരു ടീമാണ്. ഉം. ടീമിന്റെ വലുപ്പത്തിലല്ല കാര്യം, ക്വാളിറ്റി എടുക്കുന്ന അതെ. ക്വാളിറ്റിയും വർക്കും ഉം, ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഇതിനുള്ള ഡെഡിക്കേഷനുമാണ് ഇതിന്റെ ഏറ്റവും വലിയ. ഉം, ഈ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആയിട്ടുള്ള ഡെഡിക്കേഷനുള്ള വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും ഈ കാലത്ത് ബിൽഡ് ചെയ്യാം. പണ്ട് അത് ഉം, സാധിക്കില്ലായിരുന്നു. ഉം, ഇന്ന് ടെക്നോളജി ഇത്രയും വളർന്ന സ്ഥിതിക്ക് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, നമ്മൾ ഓരോ പ്രൊമോഷൻസും നോക്കുമല്ലോ, ഇവരെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഫെസിലിറ്റേറ്റ് ചെയ്തിരിക്കുകയാണ്. ഉം, ഈ ഫെസിലിറ്റി അവർ യൂസ് ചെയ്താൽ മാത്രം മതി. ഉം, അതിന് ഒത്തിരി മാൻ പവറിന്റെ ആവശ്യമില്ല. ഉം, അവിടെ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും, അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഉം, ബാക്കി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതായത് ഈ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ടൈമും എഫേർട്ടുമാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ബാക്കി വളരെ ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ വളരെ മിനിമൽ ആയിട്ടുള്ള മാൻ പവർ മതി. ഇത് AI ഒക്കെ ഉള്ള കാലമാണ്. അതെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, എത്രയോ കമ്പനികൾ ലേ ഓഫ്സ് നടത്തുന്നു. ഉം, നമ്മൾ കൂടുതൽ ആൾക്കാർ കൂടും തോറും, പണ്ടുള്ളവർ പറയും പലര് കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയും. അതെ. ഈ അത് കൂടി. വലിയ കോർപ്പറേറ്റുകൾ എന്നും വർക്ക് ഫ്ലോയ്ക്ക് ഡിലേ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടീം ഓരോന്ന് അപ്രൂവൽ ചെയ്യുന്ന ഓരോ പ്രൊസീജിയറിലേക്ക് വന്ന് ഡിസ്കഷൻ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് അവർ പ്രൊഡക്റ്റിലേക്ക് ഡെവലപ്മെന്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ടൈം ഒത്തിരി വേസ്റ്റ് ആവും. ഉം, അതേസമയം ടീമിന്റെ വലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് അറിയുമെന്നല്ല, സെറോദ എന്ന് പറഞ്ഞ ഒരു വലിയൊരു കമ്പനി ഉം, എത്ര ആൾക്കാർ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പിന്നീടൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഉം, വളരെ ചെറിയ ടീം മാത്രമാണ്. ഉം. അപ്പോൾ അത് പോസിബിൾ ആണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന്. അതെ. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ നമുക്ക് ഇത് മേക്കേഴ്സ് കണക്റ്റിനെ ഹാൻഡിൽ ചെയ്യാം. അതെ. എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നല്ലൊരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഉം. മാക്സിമം ഡിലേ ഇല്ലാത്ത റെസ്പോൺസ് കൊടുക്കുക. ഉം, അതുപോലെ അവർക്ക് ട്രാൻസ്പെറൻസിയും ട്രസ്റ്റും കൊടുക്കുക. ഉം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വലിയ ടീമിന്റെ ആവശ്യമൊന്നുമില്ല. അതെ. അപ്പൊ പുതിയതായിട്ട് വരുന്ന ഓൺട്രപ്രണേഴ്സിന് ഒരു ഉപദേശം അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം ഒരു പുതിയ സംരംഭം തുടങ്ങണമെന്ന് പറയാനാണെങ്കിൽ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക? പുതിയൊരു ഓൺട്രപ്രണർക്ക് ഉപദേശം കൊടുക്കാൻ മാത്രം വലിയ ആളല്ലെങ്കിൽ പോലും, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം. ഉം. ഇത് ആർക്കു വേണ്ടി ഉണ്ടാക്കുന്നു, എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നു, എത്ര കാലത്തേക്ക് വേണ്ടി ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ടായാൽ അവർക്ക് കൊടുക്കാനുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പിലേക്ക് നമുക്ക്, അതായത് ബിസിനസ് തുടങ്ങുന്നതിലേക്ക് നമുക്ക് പോകാം. ഉം, പിന്നീട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ബിസിനസ് തുടങ്ങി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും അത് ശരിയായില്ല, അപ്പോൾ തന്നെ ഇട്ടിട്ട് പോവാണ്. ഉം, മാർക്കറ്റിന്റെ നീഡ് അനുസരിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയോ ചേഞ്ച് ആവുകയോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഉം, പ്രൊഡക്റ്റിൽ ആവശ്യമായ തിരുത്തലുകളും കറക്ഷൻസും വരുത്തി ആ കൺസിസ്റ്റൻസിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഉം. അതാണ് കൊടുക്കാൻ എന്നെക്കൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളൊരു ഉപദേശം എന്ന് പറയാനുള്ളത്. അതെ. ഒരു 5 വർഷത്തിന് ശേഷം ദ മേക്കേഴ്സ് കണക്ട് എവിടെ എത്തി നിൽക്കും എന്നാണ് സാറ് കരുതുന്നത്? 2030 കൂടി ഗ്ലോബൽ ക്രിയേറ്റർ എക്കോണമിയിൽ ഉം, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒരു പ്രൊഫഷണൽ ഐഡന്റിറ്റി പ്ലാറ്റ്ഫോമായിട്ട് ദ മേക്കേഴ്സ് കണക്റ്റിനെ ഞാൻ മുന്നോട്ട് കാണുന്നത്. ഉം, ഏതൊരു ക്രിയേറ്ററും എഫേർട്ട്ലെസ്ലി, പ്രൊഫഷണലി, സിസ്റ്റമാറ്റിക്കലി
കൊളാബറേഷൻസിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റുക എന്നുള്ളതാണ് 2030 5 വർഷം എന്ന് ഞാൻ പറയുന്നില്ല, 2030 കൂടി നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, താങ്ക് യു സാർ. അതായത് ദ മേക്കേഴ്സ് കണക്ട് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ പറ്റി അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം വ്യത്യസ്തതകളും അല്ലെങ്കിൽ ഒരുപാട് ക്രിയേറ്റേഴ്സിനാണെങ്കിലും ബ്രാൻഡ്സിനാണെങ്കിലും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലായി. പക്ഷേ സാറിനോട് സംസാരിച്ചപ്പോൾ കൂടുതൽ ഇതിന്റെ ആവശ്യകത എന്താണെന്ന്, ഓരോ ചെറിയ ക്രിയേറ്ററിനെ സംബന്ധിച്ചാണ് ആണെങ്കിൽ പോലും ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യകത എന്താണെന്നൊക്കെ മനസ്സിലാവുകയും ചെയ്തു. ഒരുപാട് നന്ദി സാർ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളോട് പങ്കുവെച്ചത്. താങ്ക് യു. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.